സിന്തറ്റിക് ഗ്രിപ്പ് ആണോ അതോ നൈലോൺ ഗ്രിപ്സ് ആണോ നല്ലത്? ഗ്രിപ്സ് ടവലും ഉണ്ട്, സിന്തറ്റിക് ഗ്രിപ്സും ഉണ്ട്, റബ്ബർ സിന്തറ്റിക് ഗ്രിപ്പ്. ഒത്തിരി സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ടവൽ ഗ്രിപ്പ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. റബ്ബർ ഗ്രിപ്പ് ആണെങ്കിൽ തെന്നിപ്പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. യൂഷ്വലി ഏറ്റവും കോമൺ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന സിന്തറ്റിക് ഗ്രിപ്സ്. പിന്നെ ഗ്രിപ്സിനകത്ത് തിക്നെസ് ഉണ്ട്, തിൻ ഗ്രിപ്പ് ഉണ്ട്, തിക്സും കട്ടിയുള്ള ഗ്രിപ്പ് ഉണ്ട്. ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചും പിന്നെ കൈയിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഓരോ ഗ്രിപ്സ് ചൂസ് ചെയ്യാം. കൈയിന്റെ സൈസ് അനുസരിച്ച് ലെങ്ത്, ചിലവരുടെ കൈക്ക് ലെങ്ത് കൂടുതലായിരിക്കും, ലെങ്ത് കുറവായിരിക്കും. അപ്പൊ ഗ്രിപ്പ് സൈസ് ഉണ്ട്. G4, G5, G6 എന്ന് പറഞ്ഞ ഓരോ ഗ്രിപ്പ് സൈസസ് ഉണ്ട്. G7, G5 എന്നുള്ളതാണ് ഏറ്റവും ചെറിയ ഗ്രിപ്പ്. G1 എന്ന് പറഞ്ഞാൽ തിക്നെസ് കൂടുതലായിരിക്കും. ഇത്തിരി തിന്നായിട്ട് ഉള്ള കൈയുള്ള ആൾക്കാർ യൂസ് ചെയ്യേണ്ടത് G5, G6 ഗ്രിപ്പാണ്. നമുക്ക് പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് G4 ഗ്രിപ്പ്. യൂഷ്വൽ എല്ലാവരുടെയും കയ്യിൽ വരുന്ന സാധനം. വലിയ കൈയാണ് G2, G3 അങ്ങനത്തെ. ഇതില് നമുക്ക് ഒരു തിക്കായിട്ടുള്ള ഗ്രിപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും. റാക്കറ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫിംഗേഴ്സ് ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. ഗ്രിപ്പ് ഇട്ട് കഴിയുമ്പോൾ റാക്കറ്റ് നമ്മുടെ കൈ ഇങ്ങനെ ഇരിക്കണം. ഫിംഗർ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ വളരെ കുറവായിരിക്കും. അപ്പം കറക്റ്റ് ഈ ഒരു രീതിയിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഗ്രിപ്പിന്റെ തിക്നെസ് ഒന്നെങ്കിൽ കൂട്ടുക, അല്ല ചിലർ 2 ഗ്രിപ്പ് വരെ ഇടാറുണ്ട്. 2 ഗ്രിപ്പ് നമുക്ക് ഇടാം, അല്ലെങ്കിൽ ഇതിന്റെ തിക്നെസ് കൂട്ടാം. ഗ്രിപ്പ് സൈസ് വരുമ്പോൾ ആ ഒരു സംഭവം ശ്രദ്ധിക്കണം.